ഹായ് നമസ്കാരം. കൻവാർ യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലെ മുസ്ലിം കച്ചവടക്കാരുടെ കടകൾക്ക് മുകളിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിൽ എൻഡിഎയിൽ ഭിന്നത. എൻഡിഎയിലെ പ്രധാന സഖ്യകക്ഷിയായ ജെഡിയു വിഷയത്തിൽ ബിജെപിയുടെ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. കൻവാർ യാത്ര പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലൂടെ കാലങ്ങളായി കടന്നുപോകുന്നതാണെന്നും അവിടെ ഇതുവരെ ഒരു വർഗീയ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കരുതെന്നും ജെഡിയു നേതാവ് കെ.സി. ത്യാഗി പറഞ്ഞു. കൻവാർ യാത്ര വർഷങ്ങളായി അവിടെ നടക്കുന്നതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും സ്റ്റാളുകൾ സ്ഥാപിച്ച് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാറാണ് പതിവ്. മുസ്ലിം കരകൗശല തൊഴിലാളികളും കൻവാർ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. കൻവാർ യാത്രയിൽ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളും നിർമ്മിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾ കൂടി ചേർന്നാണ്. ഇത്തരം ഉത്തരവുകൾ വർഗീയ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ. ജില്ലാ ഭരണകൂടം തീരുമാനം പുനർപരിശോധിക്കണം, അത് പിൻവലിക്കണം, ത്യാഗി പറഞ്ഞു. സാമൂഹിക വിരുദ്ധർ കടകൾ നടത്തുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം. എന്നാൽ മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല. ഇത് സമൂഹത്തിൽ ഭിന്നത വർദ്ധിപ്പിക്കും. അത്തരം നിർദ്ദേശങ്ങൾ വർഗീയ സംഘർഷം വർദ്ധിപ്പിക്കാനേ ഉതകൂ. അത് പാടില്ല. ഉത്തരവ് പിൻവലിക്കണം, ജെഡിയു നേതാവ് പറഞ്ഞു. മുസാഫർനഗർ പോലീസിന്റെ ഉത്തരവ് ഇന്ത്യയുടെ സംസ്കാരത്തിന് മേലുള്ള കടന്നാക്രമണമാണെന്നും ആര് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ആരിൽ നിന്ന് എന്ത് വാങ്ങണമെന്ന് കൂടി തീരുമാനിക്കുകയാണെന്നും കോൺഗ്രസ് പറഞ്ഞു. മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ RSS ലക്ഷ്യം വെക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു. ആരാണ് ഹിന്ദു, ആരാണ് മുസ്ലിം എന്ന് കണ്ടെത്താനും മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാനുമാണ് ഈ നീക്കം ലക്ഷ്യം വെക്കുന്നതെന്ന് കോൺഗ്രസിന്റെ മാധ്യമ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ ഗേറ പറഞ്ഞു. മാംസം കയറ്റുമതി ചെയ്യുന്ന പല കമ്പനികളുടെയും ഉടമകൾ ഹിന്ദുക്കളല്ലെന്നും പവൻ ഗേറ ചോദിച്ചു. ഒരു ഹിന്ദു മാംസം കയറ്റുമതി ചെയ്യുമ്പോൾ അത് മാംസമായി തുടരുന്നു. എന്നാൽ അൽത്താഫോ, റഷീദോ മാമ്പഴം, പേരക്ക എന്നിവ വിൽക്കുമ്പോൾ അത് മാംസമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു. ഇവർ ഇന്ത്യൻ സംസ്കാരത്തെ ആക്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുസാഫർനഗർ പോലീസ് ഉത്തരവ് സാമൂഹിക കുറ്റകൃത്യമാണെന്നും കോടതികൾ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. അതേസമയം ജെഡിയുവിന്റെ വിമർശനത്തിനിടയും ഉത്തരവ് നടപ്പിലാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. UP പോലീസ് പിൻവലിച്ച ഉത്തരവ് വീണ്ടും നടപ്പിൽ വരുത്തിയിരിക്കുകയാണ് യോഗി. കൻവാർ യാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളും അവയുടെ ഉടമകളുടെ പേർ പ്രദർശിപ്പിക്കണമെന്ന് ഇന്ന് രാവിലെ യോഗിയുടെ ഓഫീസിൽ വീണ്ടും ഉത്തരവിട്ടിട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് മുസാഫർനഗർ പോലീസ് സമാനമായ ഉത്തരവ് പിൻവലിച്ചതിന് പിന്നാലെയാണ് യോഗിയുടെ ഉത്തരവ്. പുതിയ നിർദ്ദേശം അനുസരിച്ചോ ഓരോ ഭക്ഷണശാലയും അല്ലെങ്കിൽ വണ്ടി ഉടമയും ഒരു ബോർഡിൽ ഉടമയുടെ പേര് വ്യക്തമായി പ്രദർശിപ്പിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്.